കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കുറ്റിമുല്ല തൈ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. നല്ല തൈ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ബലമുള്ള കമ്പ് തിരഞ്ഞെടുക്കാനാണ് ഞാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുറ്റിമുല്ല തൈ ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെ നട്ടുപിടിപ്പിക്കാമെന്നാണ് നോക്കുന്നത്. പല ആളുകളും നമ്മളുടെ മറ്റു വീഡിയോൻ്റെ ഒപ്പം കുറ്റിമുല്ല കൃഷിയുടെ കാര്യം പറഞ്ഞിട്ട് ടെറസിൽ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചും മുറ്റത്ത് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ പറമ്പിൽ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചും ചട്ടിയിൽ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കും. എൻ്റെ അഭിപ്രായം ഇതാണ്, കൃഷിയായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ പ്ലേസ് ആണ് നല്ലത്, തുറസായ സ്ഥലത്തെ കൃഷിയാണ് നല്ലത്. അതിൻ്റെ കാരണം തുറസായ സ്ഥലത്ത് മണ്ണിൽ ഈ ചെടി കുഴിച്ചിടുമ്പോൾ ഇതിൻ്റെ വേരുപടലങ്ങൾക്ക് ലിമിറ്റില്ല. കാരണം അവയ്ക്ക് സഞ്ചരിക്കാൻ പറ്റും, ആഹാരമുള്ള സ്ഥലത്തേക്ക് കൂടുതൽ ദൂരത്തേക്കൊക്കെ സഞ്ചരിച്ച് വെള്ളവും വളവും വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചെടിക്ക് നല്ല കരുത്തുണ്ടാവും, നല്ലോണം പൂവുണ്ടാവും. ഇതാണ് ഓപ്പൺ സ്പേസിൽ ഉണ്ടാകുന്ന ഔട്ട്പുട്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും. എന്നാൽ ടെറസിൽ കൃഷി ചെയ്യുന്ന ഒരാൾ ഒരു ചട്ടിയിലോ ഒരു ബക്കറ്റിലോ ആണ് കൃഷി ചെയ്യുന്നത്, ഡ്രമ്മിലോ ആണ് ചെയ്യുന്നതെങ്കിൽ ആ ലിമിറ്റ് മണ്ണിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രിയൻ്റ് മാത്രമേ ആ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ വേരുപടലങ്ങൾ കൂടുതലാവാതെ ഒരു ലിമിറ്റ് ഏരിയയിൽ മാത്രം ചുറ്റിക്കറങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ വരും. പക്ഷേ അങ്ങനെയുള്ളവർക്കും നന്നായിട്ട് പൂക്കൃഷി ചെയ്യാം. അതും ഇതിൻ്റെ ഒപ്പം പറഞ്ഞു തരാം. അപ്പോൾ നിലത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം, കാരണം നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടാമത്, ഒരു 1000 ചെടി നിലത്ത് കൃഷി ചെയ്യുമ്പോൾ 1000 ചെടി ടെറസിൽ കൃഷി ചെയ്യണമെങ്കിൽ ധാരാളം മണ്ണ് ടെറസിലേക്ക് എത്തിക്കണം. ടെറസിന് ധാരാളം വെയിറ്റ് വരും. പിന്നെ നിങ്ങൾ വളങ്ങളുടെ രാസവളങ്ങളൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ടെറസിന് കേടുവരുത്തും. പിന്നെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കാര്യം നോക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ ചെറിയ രീതിയിൽ ടെറസിൽ 10, 20, 50, 100 ചെടി വെക്കുന്ന ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതൊരു കൃഷി എന്നുള്ള രീതിയിലല്ല, വീട്ടിലെ കുട്ടികളുടെ പൂക്കളുടെ ആവശ്യത്തിനും അല്ലെങ്കിൽ അത്യാവശ്യമാർക്കെങ്കിലും കൊടുക്കാനും എന്നുള്ള രീതിയിലാണെങ്കിൽ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ടെറസിലും നിങ്ങൾക്ക് കൃഷി ചെയ്യാം. ഇനി ടെറസിൽ കൃഷി ചെയ്യുന്ന ആളുകൾ ബ്ലാക്ക് പോട്ട് വലുത് വാങ്ങുക. 150, 200, 250 രൂപയുടെ പോട്ട് വാങ്ങുക. അല്ലെങ്കിൽ നീല ഡ്രമ്മിൻ്റെ ഹാഫ് കട്ട് ഡ്രം എടുത്തിട്ട് അതിൽ 2, 3 ചെടികളൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഡ്രമ്മോ ചട്ടിയാണോ ഉത്തമം. ഒരു കാരണവശാലും നിങ്ങൾ ഗ്രോ ബാഗിലോ പ്ലാസ്റ്റിക് കവറിലോ കുറ്റിമുല്ല നടരുത്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, കുറ്റിമുല്ലയുടെ വേര് ഹാർഡാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ ബാഗിൽ നിറഞ്ഞ് കുറേ കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ ഗ്രോ ബാഗ് പൊട്ടും. രണ്ടാമത്, പ്ലാസ്റ്റിക് കവർ 1 കൊല്ലത്തിലേറെ ടെറസിൽ ഓപ്പൺ വെയിലിരിക്കില്ല, പൊട്ട്. ഇനി 1 കൊല്ലത്തിലേറെ ഇരിക്കുന്ന ഗ്രോ ബാഗ് ആണെങ്കിൽ പോലും 2 കൊല്ലം 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ കാലാവധി കഴിയും. പിന്നെ ഒരു കുഴപ്പം, ഈ പൊട്ടിയ വലിയ ഗ്രോ ബാഗിൽ നിന്നും ചെടിയെ വീണ്ടും മറ്റൊരു കവറിലേക്ക്, ഗ്രോ ബാഗിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞത് വളരെ സാഹസമായ കാര്യമാണ്. കാരണം അതിൻ്റെ മണ്ണ് മുഴുവൻ ഇളകിപ്പോവും, ചെടി വേര് പൊട്ടും, ചെടി വാടും, പിന്നെ അത് പിടിച്ചു വരാൻ സമയമെടുക്കും. അപ്പോൾ വെക്കുമ്പോൾ തന്നെ ഇത് ദീർഘകാല വിളയായിട്ടുള്ള ഒരു കൃഷിയായിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് നിലത്ത് വെക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ടെറസിൽ വെക്കുന്ന ആളുകൾ ഏറ്റവും നല്ലത് കട്ടി കൂടിയ ഡ്രമ്മ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് പോട്ടിൽ വെക്കുകയാണ്, വലിയ പോട്ടിൽ ഉത്തമം. അപ്പോൾ ഗ്രോ ബാഗിൽ നിങ്ങൾ വെക്കരുത്. ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത കുറേ ആളുകളെ കണ്ടു, 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ പ്ലാസ്റ്റിക് കവർ പൊട്ടുന്നു, അവരിത് മാറ്റാൻ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും മണ്ണ് ടെറസിലേക്ക് കൊണ്ടുപോകുക. പിന്നെ ടെറസിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന പൂവ് അതേ ചെടി നിങ്ങൾ നിലത്ത് വെക്കുകയാണെങ്കിൽ 4 ഇരട്ടി പൂവിലേക്ക് എത്തും. ഞാൻ പറഞ്ഞ സാഹചര്യം, വെയിൽ, കാറ്റ്, കൂടാതെ വേരുപടലങ്ങൾ, ഇതൊക്കെ ടെറസിലുണ്ടെങ്കിലും വേരുപടലങ്ങൾക്കൊരു ലിമിറ്റ് വരും. അപ്പോൾ ഇതാണ് നമുക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യം. നിങ്ങളിത് എവിടെയാണ് നിങ്ങൾക്കുള്ളത് നോക്കുക. പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥലം തിരഞ്ഞെടുക്കേണ്ട കാര്യം, ഓപ്പൺ വെയിലായിരിക്കണം. ഡയറക്റ്റ് സൺലൈറ്റ് ഒരു 6 മണിക്കൂറെങ്കിലും നന്നായിട്ട് 6-7 മണിക്കൂർ 6 മണിക്കൂറെങ്കിലും മിനിമം നല്ല തീവ്രമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തെ കുറ്റിമുല്ല ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഴ കുറഞ്ഞ ചൂട് കൂടിയ സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ കൃഷി കൂടുതൽ. ഇപ്പോൾ പാലക്കാടൻ ഏരിയയിൽ നന്നായി ചെയ്യുന്നുണ്ട്, തൃശ്ശൂരിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ, കൊല്ലം ഏരിയകളിൽ കുറച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ തമിഴ്നാട്ടിലാണ് കൂടുതലുള്ളത്. ഇതിൻ്റെ കാരണം ധാരാളം വെളിച്ചവും കാറ്റും വെളിച്ചവും വെയിലും നന്നായി കിട്ടുന്ന സ്ഥലം. ചില ആളുകൾ ചോദിക്കുന്നത് തെങ്ങിൻ തോട്ടങ്ങളിൽ ചെയ്യാൻ പറ്റുമെന്ന്. തെങ്ങിൻ തൈ വെച്ച സമയത്ത്, തെങ്ങിൻ തൈ നമ്മളിപ്പോൾ ചെറിയ തൈ വെച്ചു,
ആ വെച്ചിട്ടൊരു 4 കൊല്ലം 5 കൊല്ലം ആവണ വരെ അത്യാവശ്യം ആ തെങ്ങിൻ തോട്ടത്തിൽ ഒരു 50-60% സ്ഥലത്തേക്കും വെയിൽ തട്ടും. കാരണം തെങ്ങിൻ്റെ ഓല വിരിഞ്ഞു വരാൻ തുടങ്ങി, തൈ വെച്ച് വിരിഞ്ഞു വരാൻ 4 വർഷം പിടിക്കുമെന്ന് കരുതുക. അതുവരെ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോഴേക്കും നമ്മളെ ചെടി തഴച്ചു വളർന്നിട്ടുണ്ടാവും കേട്ടോ. തെങ്ങിൻ തോട്ടത്തിൽ വെച്ച കുറ്റിമുള്ളി തഴച്ചു വളർന്നിട്ടുണ്ടാവും. പക്ഷെ പൂവ് 10-15 പൂവേ ഒരു ഇത്രയും വലിയൊരു കനോപ്പിയുള്ള ഇത്രയും തലയെടുപ്പുള്ള ഒരു ചെടിയിൽ നിന്ന് 10-15 പൂവ് കിട്ടും. അപ്പോൾ തെങ്ങിൻ തോട്ടങ്ങളിൽ ഈ കൃഷി ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അവിടേക്ക് ഏതെങ്കിലും ഒരു ദിശയെന്നെങ്കിലും നന്നായി വെയിൽ കിട്ടുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ കുറ്റിമുല്ല കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഓപ്പൺ ആയിരിക്കണം. മറ്റു വെയിലിൻ്റെ തടസ്സങ്ങളൊന്നും കൂടാതെ ഉള്ള സ്ഥലമായിരിക്കണം. താങ്ക് യു.